വൃശ്ചിക മാസമായിട്ട് ഞങ്ങൾ മൂന്നാളും അമ്പലത്തിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. കൊടുമുടിക്കാവിൽ പോയിട്ട് തൊഴുത് വരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മൂന്നാളും ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത് കൂടെ നടന്ന് പോകാൻ വേണ്ടി രാവിലെ പടം കാണാൻ വേണ്ടി നല്ല ചന്തായിരുന്നു. മഞ്ഞും തണുപ്പൊക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ. അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് നടന്ന് നമ്മളിതാ കുളമംഗലം എത്തിയിട്ടുണ്ട്. കുളമംഗലത്ത് നിന്ന് വളാഞ്ചേരിയിൽ നിന്ന് നമ്മളിനി ബസ് പിടിച്ചിട്ട് കൊടുമുടിയിലേക്ക് പോകണം കേട്ടോ. അങ്ങനെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ബസ്സിൽ ഇരിക്കാൻ സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നേരെ നമ്മൾ കൊടുമുടി എത്തി. അവിടുന്ന് പിന്നെ നടക്കുകയാണ് ചെയ്തത്. അത്ര വലിയ കുറേ നടക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല. ഓട്ടോയിലേക്ക് പോകണമെങ്കിൽ അങ്ങനെ പോകാം. നമ്മൾ നടക്കുക ചെയ്തു. കാര്യമൊക്കെ പറഞ്ഞിട്ട് എന്താ വെച്ചാൽ കുറച്ച് നേരത്തെ ആയിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇത്തിരി നേരം വൈകിട്ട് ചടുപടേന്ന് തന്നെ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഞങ്ങൾ നേരത്തെ കാലത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കണക്കുട്ടി എന്നത്തെയും പോലെ പാൻറ്റ് ഇട്ടിട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയിട്ട് മുണ്ടൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വഴിപാടിനുള്ള റെസീറ്റും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. മുട്ട ഇറക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് നാളികേരം കഴുകാൻ വേണ്ടി പൈപ്പിൻ്റെ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴുകിയിട്ട് പിന്നെ നമ്മൾ നേരെ അമ്പലത്തിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പകുതിയോട് നമ്മളെ പരിഭവവും പരാതികളും എല്ലാം പറഞ്ഞിട്ട് നമ്മൾ തൊഴുതിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തിരക്കില്ലാത്തതുകൊണ്ട് മനസ്സറിഞ്ഞ് തൊഴാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ആളും ബഹളമൊക്കെ ആകുമ്പോൾ ഒന്നും പറയാൻ വേണ്ടി കിട്ടില്ല കേട്ടോ. നാമം ചെല്ലാൻ വേണ്ടിയിട്ടും കിട്ടില്ല. ഞാൻ ആകെ ചെക്കായിട്ട് അന്തം ഇല്ലാതെ അങ്ങനെ തൊഴുതിറങ്ങി പോരുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇന്ന് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. മിക്കുന്ന ശനി ഞായറാകുമ്പോൾ നല്ല തിരക്കുണ്ടാവാറുള്ളതാണ്. ഇന്ന് എന്തോ തിരക്കൊന്നും ആയിട്ടില്ല തോന്നുന്നു. വന്നുകൊണ്ടിരിക്കുന്ന ഉണ്ടാവുള്ള ആൾക്കാരൊക്കെ പ്രസാദമൊക്കെ തൊട്ടിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ നേരെ തന്നെ മൂലസ്ഥാനത്ത് തൊഴാൻ വേണ്ടിയിട്ടാണ്. അപ്പുറത്തും കൂടെ ഉണ്ട് തൊഴാൻ. ഇവിടെയും കൂടെ വന്ന് തൊഴേണ്ട കാര്യം എനിക്ക് മുന്നേ അറിയാണ്ടായിരുന്നില്ല കേട്ടോ. ഷാജേട്ടനാണ് പറഞ്ഞത് ഇവിടെയും വന്ന് തൊഴണം എന്നുള്ളത്. പിന്നെ അപ്പുറത്ത് വിഷ്ണുവിൻ്റെ അമ്പലമുണ്ട്. അവിടേക്ക് ഇപ്പം നമ്മൾ പോകണില്ല. നമ്മൾ നാളെ പച്ചേരി ഇവിടെ അമ്പലത്തിൽ പോകേണ്ട. അതുകൊണ്ട് പിന്നെ അവിടെ കയറാൻ വേണ്ടിയിട്ടൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. നേരെ നമ്മൾ വെച്ച് പിടിച്ചു. അങ്ങനെ നമ്മൾ വീണ്ടും വളാഞ്ചേരി എത്തിയിട്ടുണ്ട്. ഇനി ചായ കുടിക്കണമല്ലോ. അംബികയിൽ കയറിയിട്ട് മസാല ദോശയും ചായയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് നിന്ന്. കണ്ണുകുട്ടി മസാല ദോശ വേണ്ട, അവന് ഉഴുന്നവട മതി പറഞ്ഞു. അപ്പോൾ ഞാൻ മസാല ദോശ എടുത്തു. പൂജിട്ടി മസാല ദോശ എടുത്തു. ഉഴുന്നവട എടുത്തു. അങ്ങനെ നമ്മൾ കാര്യമൊക്കെ പറഞ്ഞിരുന്ന് കഴിച്ചു. എൻ്റെ ഒരു വായ അവന് കൊടുത്തിട്ടുണ്ടായിരുന്നു ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് ഒരുപാട് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടുണ്ട്. നമ്മുടെ ഷാജേട്ടനില്ലേ കുറച്ച് സാധനങ്ങൾ കൊടുത്തയക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. ബുക്സ്റ്റാൾ കയറേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ ഞാൻ ഏതായാലും കലണ്ടറും കൂടെ മേടിച്ചു. എനിക്കൊരു ബുക്ക് മേടിക്കാണ്ടായിരുന്നു, കണക്കും കാര്യങ്ങളൊക്കെ കറക്റ്റ് എഴുതി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടെ മേടിച്ചു. പിന്നെ അതൊരു മുണ്ടായിരുന്നു, അത് ഷാജേട്ടന് കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ മീനച്ചാറിലേക്കുള്ള മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് ആ മാർക്കറ്റിൽ പോയി. ഇവിടുന്നാണ് നമ്മൾ മീൻ വാങ്ങുക. ഫ്രഷ് അടിപൊളി മീൻ കിട്ടാറുണ്ട്. ചടൽക്കുള്ള മീനൊക്കെ ചെടുപടാതെ ഒരു വെട്ടി വൃത്തിയാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പുളി വാങ്ങാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഷാജേട്ടന് കൊടുത്താക്കാൻ വേണ്ടിയിട്ടാണ്. കപ്പ കണ്ടപ്പോൾ കുറച്ച് കപ്പ മേടിച്ചു. എന്താ വെച്ചാൽ നമ്മുടെ മീനച്ചാറിലേക്കുള്ള മീൻ വാങ്ങിയപ്പോൾ തലയും വാലൊക്കെ ഇട്ടിട്ട് നമുക്കൊരു കുറുന്നനൊരു കറി വെക്കാം. അതിലേക്ക് വേണ്ടിയിട്ട് കപ്പ ഉടച്ചതും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ കത്തിയും വേണം പറഞ്ഞിട്ടായിരുന്നു പുള്ളി. അപ്പോൾ കത്തിയും കൂടെ മേടിക്കാനായിട്ട് അവിടെ നിന്ന് കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഷാജേട്ടൻ്റെ കത്തിയില്ല. നല്ലൊരു കത്തി ഇവിടുന്ന് വാങ്ങാൻ പറഞ്ഞപ്പോൾ പോളിഗാർഡിൻ്റെ ഒരു കത്തി മേടിച്ചു. പിന്നെ നേരെ പരാഗ് പോയിട്ടായിരുന്നു പൂജുട്ടിക്ക് 2 ടോപ്പിൻ്റെ തുണി എടുക്കാൻ വേണ്ടിയിട്ട് കൂടത്തിൽ എനിക്കും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു 60 രൂപയുടെ. നല്ലതായിരുന്നു കേട്ടോ. പിന്നെ കയറിയിട്ട് ബണ്ണാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു വൈറൽ സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഷോർട്സിലേക്ക് വേണ്ടിയിട്ട് അതും കൂടെ മേടിച്ചു. പിന്നെ ബട്ടറും കൂടെ അതിലേക്ക് മേടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതും മേടിച്ചിട്ട് പിന്നെ ഒരു സോഡ കുടിച്ചിട്ടുണ്ടായിരുന്നു. പൂജുട്ടി പറഞ്ഞു ഈ സോഡയാണ് നല്ലത് പറഞ്ഞിട്ട് ആപ്പിളിൻ്റെ സോഡയായിരുന്നു. ഒരു വസ്തു നന്നായിരുന്നില്ല, എനിക്ക് ഇഷ്ടമായില്ല. അവളൊക്കെ അപ്പോൾ എല്ലാം വാങ്ങി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ കാണാം. ടാറ്റാ ബൈ, സീ യു.